ഈ അഖിലിൻ്റെയൊക്കെ കാര്യത്തിൽ അഖിൽ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റില്ല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങളാരും മറുപടിയൊന്നും പറയാൻ നിൽക്കേണ്ടത്. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ സമയം പാലക്കാട് ഡീലിംഗ് എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന് വികസനം പറയാനില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി പ്രധാനമായിട്ടും പറയുന്നത്. പാലക്കാട് ഇപ്പോൾ മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ, അതുപോലെ തന്നെ പാലക്കാട് മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ, അതുപോലെ തന്നെ ടൗൺ ഹാള്, അതുപോലെ സിന്തറ്റിക് ട്രാക്കിൽ ഒരു തുണിമാറാൻ പോലും കുട്ടികൾക്ക് ഒരു സൗകര്യമില്ലാത്ത അത്തരത്തിലുള്ള വികസന പ്രശ്നങ്ങൾ ഷാഫി പറമ്പിന്റെ കാലത്ത് തുടങ്ങി വെച്ചത് ഇനിയും പൂർത്തിയാവാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പോസ്ഡ് ആവുന്നുള്ളത് കൊണ്ടാണ് വികസനം പറയാതെ ഈ ഒരു ഡീലിംഗ് എന്ന തരത്തിൽ കോൺഗ്രസ് പറയുന്നത് എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി പറയുന്നത്. അല്ല, അവർ പറഞ്ഞ ഈ സിന്തറ്റിക് ട്രാക്ക് അവിടെ വന്നിട്ടുണ്ടല്ലോ, അടുത്ത കാര്യമല്ല, അത് തുടരും. ഇത് തുടരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യം അതാണ് പറഞ്ഞത്. ഇവിടെ ഒരു വലിയ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഹൈവേയുടെ കാര്യം പറഞ്ഞതുപോലെ ഇവർക്ക് ഈ ക്രെഡിറ്റിൻ്റെ വലിയ പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ഷാഫിക്ക് പോകും, അല്ലെങ്കിൽ UDF പോകും എന്നുള്ളതുകൊണ്ട് അതിന് സിന്തറ്റിക് റാങ്ക് വരെയൊന്നും പോകണ്ട. ഇവിടെ 2 മുഖ്യമന്ത്രിമാരെ കൊടുത്തിട്ടുള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. ആ പാലക്കാട് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നത് UDF സർക്കാരിന്, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ഷാഫി കൊണ്ടുവന്നിട്ടുള്ള മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന കാലത്ത് നിന്ന് ഇവർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഇനി ഒരുപക്ഷെ ജില്ലാ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യേണ്ടി വരുന്ന ഒരു മെഡിക്കൽ കോളേജ് ഇവിടെയാണുള്ളത്. എന്താണ് കാരണം? എന്തെങ്കിലും ഇവിടെ കൊടുത്തു പോയാൽ അതിൻ്റെ ക്രെഡിറ്റ് UDF പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ട് തോന്നുന്നതാണ്. വികസനമൊക്കെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്. വികസനം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മാനസികമായും രാഷ്ട്രീയപരമായും ജനങ്ങളുടെ ജീവിതത്തിലും കൂടെ ഉള്ളതാണ്. ഇപ്പം ഇങ്ങനെയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവരുടെ ഒരു പാലക്കാട് 1-2 ഫ്ലെക്സുകൾ കണ്ടു. ഞാൻ മാറാത്തത് മാറും എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. ഇവിടെ നമ്മൾ ഓണത്തിന് സദ്യയും പെരുന്നാളിന് ബിരിയാണിയും ക്രിസ്മസിന് കേക്കുമൊക്കെ പങ്കുവെക്കുന്ന ഒരു സ്വഭാവം ഈ ഒരു നിയോജക മണ്ഡലത്തിനുണ്ട്. അത് മാറണ്ട, അത് മാറാതെ തന്നെ ഇരിക്കട്ടെ, അത് തുടരും. ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ നല്ല കണക്ഷൻ ഉള്ളതാണ് പാലക്കാടായിട്ട്. എനിക്ക് അങ്ങനെ തീരെ കണക്ഷൻ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ നേതൃത്വം എന്നോട് ഇത് ആവശ്യപ്പെടുമ്പം അത് ശരിയാവില്ല, എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു പോയേനെ. എനിക്ക് നല്ല കണക്ഷനുള്ള സ്ഥലമാണ്, ഒരു കുഴപ്പമില്ല. അത് അവർ നേരത്തെ വർക്ക് തുടങ്ങിയതുകൊണ്ട് ഭൂരിപക്ഷം ഹോർഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട്. നമ്മൾ അതിനു വേണ്ടിയുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, നമ്മൾ വെക്കുകയും ചെയ്യും. പിന്നെ സിനിമയുടെ കാര്യത്തിൽ ഞങ്ങൾ സിനിമാ പ്രവർത്തകർ പറയുന്നൊരു കാര്യമുണ്ട്. എത്ര ഫ്ലെക്സ് വെച്ചാലും എത്ര നടന്മാരിറങ്ങി പ്രൊമോട്ട് ചെയ്താലും ഒക്കെ ആത്യന്തികമായി മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് ഇത് വിജയിക്കുന്നത്. ആ കാര്യത്തിൽ നമ്മൾ തന്നെയാണ് മുന്നിൽ. ഫ്ലെക്സ് എണ്ണി എടുക്കുന്നതിനേക്കാളും ജനങ്ങളുടെ സംസാരത്തിലും ജനങ്ങളുടെ പെരുമാറ്റത്തിലും ജനങ്ങളുടെ ഞങ്ങളോടുള്ള സമീപനത്തിലും വളരെ മുന്നിലാണ് UDF. പ്രധാനമന്ത്രി വരുന്നുണ്ട് NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാലക്കാട്. അപ്പോൾ വലിയ വലിയ ആളുകളൊക്കെ വരുന്ന പ്രചാരണം നടത്തുന്നു. എങ്ങനെയാണ്? ഞാൻ അതാ പറഞ്ഞ, ആര് പറഞ്ഞാലും ഇത് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അതിനപ്പുറത്തുണ്ടല്ലോ. അതുകൊണ്ട് ജനങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവിടെയുള്ള ജനങ്ങൾ അതിൻ്റെ UDF ഭരണത്തിൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും എനിക്കൊരു ഒരു ഭയവുമില്ല. ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ടല്ലോ പല പ്രചരണത്തിനുമൊക്കെ. അതുകൊണ്ട് അതൊരു വലിയ ഭയക്കേണ്ട കാര്യമൊന്നുമല്ല. അല്ല, ഞാൻ പറയാമല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിൽ നമ്മൾ ആദ്യം എല്ലാവരും അങ്ങനെ കാണാതിരിക്കുകയും ഇനി അത്തരത്തിലുള്ള നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു സംഘടന മറ്റൊരു സ്ഥാനാർത്ഥിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കാണുകയല്ലേ, പോസിറ്റീവായിട്ടല്ലേ കാണേണ്ടത്. ഏത് സംഘടനയാണ്? ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ആരോപണങ്ങളാണ് പറയുന്നത്. ഹിന്ദു സംഘടനകൾ വർഗീയതയാണെന്ന് ഇവിടുന്ന് പറയുന്നു, മുസ്ലിം സംഘടനകൾ വർഗീയതയാണെന്ന് ഇപ്പുറത്തുനിന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഇവർക്ക് എല്ലാവർക്കും സത്യത്തിൽ ഇതില്ലാതെ വോട്ട് ചെയ്യാവുന്നൊരു സ്ഥലമെന്ന് പറയുന്നത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഇനി വിഷയങ്ങൾ പറയുന്നില്ല. താങ്ക് യു വെരി മച്ച്.